ഹലോ ഗായ്സ്, ഈ മിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ കേട്ടോ. ഇന്ന് ഞാനുള്ളത് പാലക്കാടിലെ ബിഷപ്പ് ഹൗസിലാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം. അപ്പോൾ ഗായ്സ്, ഇതാണ് കേട്ടോ പാലക്കാട്ടിലെ ബിഷപ്പ് ഹൗസ്. ഞാനിവിടെ സമുദായ ശക്തികരണ വർഷമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. ഇതാണ് പാലക്കാട് രൂപതയിലെ ബിഷപ്പ് ഹൗസ്. അങ്ങനെ നമ്മൾ കയറി ചെല്ലുകയാണ് പാലക്കാട് രൂപതയിലെ ബിഷപ്പ് ഹൗസിലോട്ട്. നമ്മൾ വാതിലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു, കയറുകയാണ്. ഞാൻ ബിഷപ്പായി കണ്ട വീഡിയോസൊന്നും ഇടുന്നില്ല. ഇതാണ് നമ്മുടെ പാലക്കാട് രൂപത ഇപ്പോഴത്തെ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. ഇതാണ് നമ്മുടെ പാലക്കാട് രൂപതയിലെ ആദ്യത്തെ ബിഷപ്പായ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ ലയോ പാപ്പായുടെ ഫോട്ടോയും ഗാന്ധിജിയുടെയും നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലെ ഫോട്ടോയും ഒക്കെ ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഇവിടെ കുറച്ചധികം ഫോട്ടോസ് കാണാം. നമ്മുടെ പാലക്കാട് രൂപതയുടെ ആദ്യത്തെ പിതാവ് ഇരുമ്പൻ പിതാവിൻ്റെയും രണ്ടാമത്തെ ബിഷപ്പായ ജേക്കബനത്തോടത്ത് പിതാവിൻ്റെയും ഒക്കെ കാണാം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സൈഡിലായിട്ട് നമ്മുടെ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിന് സ്ഥാനം നൽകുന്നതിൻ്റെ ഫോട്ടോയാണ്, പാലക്കാട് രൂപതയുടെ ബിഷപ്പായിട്ടുള്ള സ്ഥാനം നൽകുന്നതിൻ്റെ. പിന്നെ പാലക്കാട് രൂപതയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഫോട്ടോയും, അതേപോലെ തന്നെ നമ്മുടെ ജേക്കബ് പിതാവിന് സ്ഥാനം നൽകുന്നതിൻ്റെയും ഇരുമ്പൻ പിതാവിന് സ്ഥാനം നൽകുന്നതിൻ്റെയും ഒക്കെ ഫോട്ടോസാണ് അതിലുള്ളത്. നമ്മുടെ പീറ്റർ പിതാവിൻ്റെ ഫോട്ടോയും ജോസ് പിതാവിൻ്റെ ഫോട്ടോയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും ബെനഡിക്ട് മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും പിന്നെ നമ്മുടെ അതിരൂപത തൃശ്ശൂർ അതിരൂപതയുടെ ആൻഡ്രോസ് പിതാവിൻ്റെ ഫോട്ടോയും, ഇത് നമ്മുടെ പാലക്കാട് രൂപതയുടെ ഇരുമ്പൻ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പനെ കണ്ടപ്പോൾ ഉള്ള ഫോട്ടോയാണ്, സന്ദർശിക്കാൻ പോയപ്പോൾ റോമിൽ. അതുപോലെ തന്നെ മനത്തോടത്തെ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പനെ കാണാൻ പോയതും ഇപ്പോഴത്തെ പിതാവായ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പനെ കാണാൻ പോയതിൻ്റെയും ഫോട്ടോസാണ്. പിന്നെ ഇത് നമ്മുടെ വിശുദ്ധരുടെ ഫോട്ടോസാണ്. ഏപ്രവസ്യമ്മയുടെയും മറിയം ത്രേസ്യയുടെയും അൽഫോൺസ് അമ്മയുടെയും തോമാസ് ലീഹയുടെയും ചാവറാച്ചൻ്റെയും ദേവസഹായം പിള്ളയുടെയും തേവർപ്പറമ്പിൽ കുഞ്ഞച്ചനച്ഛൻ്റെയും ഫോട്ടോസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ റിസപ്ഷനാണ്. റിസപ്ഷൻ്റെ നേരെ അപ്പുറത്തെ സൈഡായിട്ട് പാർലറുണ്ട്. പാർലറിൽ കുറച്ച് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്, മാഗസീൻസാണ്. പല കാര്യങ്ങളുമായിട്ടുള്ള മാഗസീൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നേരെ അതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു അക്വേറിയം വെച്ചിട്ടുണ്ട്. അക്വേറിയത്തിൽ 3 മീനുകളൊക്കെ ഉണ്ട്. അതിലൊരെണ്ണം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, മറ്റു 2 ഉഷാറായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ നേരെ നമ്മൾ ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് രൂപതയുടെ ബിഷപ്പിൻ്റെ ഓഫീസും റൂമൊക്കെയാണ്. മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കേട്ടോ. നമ്മുടെ പാലക്കാട് രൂപതയുടെ ബിഷപ്പിൻ്റെ സെക്രട്ടറി അച്ഛൻ്റെ റൂമാണ്. അതിന് നേരെ നമ്മൾ പോവുകയാണെങ്കിൽ സെക്രട്ടറി അച്ഛൻ അമലച്ഛനാണ്, അമൽ വലിയ വീട്ടിൽ. അങ്ങനെ നമ്മളിതാ പോവുകയാണെങ്കിൽ നേരെ ഇപ്പുറത്തെ സൈഡിലൂടെ പോവുകയാണെങ്കിൽ ചാൻസലറിൻ്റെ റൂം കാണാം. അവിടെ നിന്ന് നമ്മളിതാ നേരെ പോവുകയാണെങ്കിൽ നമ്മുടെ വികാർ ജനറൽ അച്ഛനെ കാണാം. അച്ഛൻ്റെ പേര് ജിജോ ചാലക്കൽ. അച്ഛൻ്റെ വീട് തൃശ്ശൂരാണ്, മറ്റം. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിൽ നിന്നും ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നും മറ്റു രൂപതകളിൽ നിന്നെല്ലാം കുറേ പേർ പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി വൈദികരായിട്ടുണ്ട്. 1974 പാലക്കാട് രൂപത സ്ഥാപിക്കുന്നത്. ഇത് നമ്മുടെ ബിഷപ്പ് ഹൗസിലെ ഉള്ളിലെ കാഴ്ചകളാണ്. ചുറ്റും റൂമുകളും ഒക്കെയാണ്, ഗസ്റ്റ് റൂമൊക്കെയാണ്. പിന്നെ നമ്മുടെ നടുക്ക് തന്നെ നമ്മുടെ യൂസഫ് പിതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. പാലക്കാട് രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൂസഫ് പിതാവിൻ്റെ. ഇതൊക്കെയാണ് പാലക്കാടിലെ ബിഷപ്പ് ഹൗസിൻ്റെ കാഴ്ചകൾ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ പാർട്ട് 2-ൽ ഉണ്ടായിരിക്കുന്നതാണ്. മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. കൂടാതെ ബെൽ ബട്ടണും കൂടി ഓണാക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നോളും. താങ്ക്സ് ഫോർ വാച്ചിങ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.